Hi guys, so this is my Bablu, my baby. I don't know what she's eating right now. അവളുടെ തന്നെ വാരി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ബബ്ലുവിനൊരു സ്പെഷ്യൽ ഡേ ആണ്. ബബ്ലു അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം റൂമിൽ എന്താ ഉള്ളതെന്ന്. ബബ്ലു, it's a Shih Tzu and she is 2.5 months old. Probably I think 2.5 months old. ഇപ്പോൾ ആള് എനിക്ക് തോന്നുന്നു മെയ് 17th 2025 എൻ്റെ കുഞ്ഞ് ജനിച്ചത്. ഷീ വാസ് ബോൺ ഫോർ മീ ആൻഡ് ഐ ബിലീവ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ബിക്കോസ് എൻ്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു ഒരു പട്ടിക്കുട്ടി എന്നുള്ളത്. ബട്ട് more than a dog, she's my baby. Bablu, Bablu, Bablu. Shh. Puriva. Hi. ഇത് നമ്മൾ ബബ്ലുവിന്റെ ഗ്രൂമിങ്ങിന് പോവാണ്. ബബ്ലു, നമ്മൾ ഗ്രൂമിങ്ങിന് പോവല്ലേ? നമ്മളിന്ന് ഗ്രൂമിങ്ങിന് പോവല്ലേ? ബാ, നമുക്ക് പോവാം. Let's go for grooming. ബബ്ലുവിനെ ഡൈപ്പേഴ്സ് ഒക്കെ വെയർ ചെയ്യിച്ചു. ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഡൈപ്പേഴ്സ് ഒക്കെ വെയർ ചെയ്യും. ഞങ്ങൾക്കായി ഒരു ബാഗ് തന്നെ ഉണ്ട് അല്ലേ ബബ്ലു? ഇത് ബബ്ലുവിന്റെ ട്രാവൽ ബാഗാണ്. ഇത് ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്താണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പം നമുക്കിനി ബബ്ലുവിനെ ഇതിലേക്ക് പാക്ക് ചെയ്യാം. നമ്മുടെ ബബ്ലുവിനെ നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മളിത് ഈ സിബ് ഇടുന്നു. അവർക്ക് സഫക്കേറ്റ് ഒന്നും ആവത്തില്ല. ബിക്കോസ് ഇതിൽ ഒരുപാട് ഗ്യാപ്പും എയർ ഹോൾസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ. ബബ്ലു ഇനി നമ്മൾ ഇതിനെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കും. അപ്പം അവർക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം അല്ലേ ബബ്ലു? ഓക്കെ, പോവാം നമുക്ക്. ഞാനും ബബ്ലു റെഡിയായി നമ്മൾ ഗ്രൂമിങ്ങിന് പോവാണ്. ബബ്ലു ആള് ബിസിയാണ്, എന്തോ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ശരി, നമുക്ക് പോവാം. നമ്മള് ബബ്ലുവിന്റെ ഗ്രൂമിങ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമ്മള് ബബ്ലു ഭയങ്കര പിണക്കമാണ് ആള്. മനസ്സായതേ ഉള്ളൂ ആൾക്ക്. ഈ ബാർകോഡാണ്. ഇവിടെ പെറ്റ്സിൻ്റെ ഒരുപാട് ആക്സസറീസ് നമുക്ക് കിട്ടും. അവരുടെ ബാഗാണെങ്കിലും മുകളിൽ കണ്ട നേരത്തെ ബബ്ലു യൂസ് ചെയ്ത പോലത്തെ ബാഗ് എന്നാണില്ല പല ടോയ്സ്. ഇത് താഴെ വേറെ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. ഇവിടെയാണ് അവരുടെ ബബ്ലു കൊണ്ടുപോയി. നമ്മളിപ്പോൾ ബബ്ലുവിൻ്റെ ഇപ്പോൾ അവർ നോക്കിയപ്പോൾ സ്കിന്നിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ഫുൾ ഹെയർ കട്ട് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു. ഹെയർ കട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക ഫേറൊക്കെ പോയി. വിഷമുണ്ട് പക്ഷെ കുഴപ്പമില്ല, നല്ല. അത് കഴിഞ്ഞിട്ട് നാളെ വേണം കൊണ്ട് കാണിച്ചിട്ട് ബാക്കി ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് നോക്കാം. നല്ല സ്കിൻ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ട ഒരു പട്ടിക്കുട്ടിയാണ്. അത് അവരുടെ തന്നെയാണ്, ബാർകോഡിൻ്റെ തന്നെയാണ്. സ്നൂയി എന്നാണ് പേര്.
കണ്ട് ഫുള്ളി കളേർഡും നിങ്ങൾക്ക് കാണാതിരിക്കുമല്ലോ, നല്ല ക്യൂട്ട് ഒരെണ്ണം. നമ്മളിതാ ബബ്ലുവിൻ്റെ റൂമിൽ കഴിഞ്ഞിട്ട് പോവാണ്. ഇനിയിപ്പോൾ നാളെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാലേ എന്താണ് അറിയാൻ പറ്റും. സോ ലെറ്റ്സ് സീ. വലിയ പോട്ടോ നമുക്ക് നോക്കാം. സോ ഹായ്. അപ്പോൾ എൻ്റെ കുറേ ഞാനിവിടെ ട്രിവാൻഡ്രം താമസിക്കുന്ന സമയം തൊട്ടേ കേട്ടിട്ടുള്ളൊരു ഇതാണ് സുമതി വളവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പാരനോർമൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ള സ്ഥലമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്യാനോ ഒന്നിനോ അല്ല, അവിടെ പോകേണ്ട ആവശ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. അതുവഴി പോകേണ്ട ട്രിവാൻഡ്രം താമസിക്കുന്ന ഒരാൾക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇന്നിപ്പം പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നവിടെ ചെന്നിട്ട് ഒന്ന് പുറത്തിറങ്ങി ഒരു വീഡിയോ എടുക്കാം. വേറെ ഒന്നിനുമല്ല, ഒന്നിനെയും ശല്യം ചെയ്യാനോ. അപ്പം എല്ലാത്തിനെയും ഒരുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒന്നിനെയും പരീക്ഷിക്കാനും ഒരു ത്രില്ലിന് ഫാൻറ്റസിക്കൊന്നുമല്ല. ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം 2.5 കിലോമീറ്റർ കാണിക്കുന്നത്. ഇത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുമില്ല, ഇത് സുമതി വളവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഫുൾ മൂൺ ഡേ ആണ്. അല്ല, ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നല്ല, ബട്ട് ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് ബൈ ചാൻസ്. അപ്പോൾ ഇത് ഫുൾ ബേസിക്കലി ഒരു വളവ് തന്നെയാണ്. ഇവിടെ ലൈറ്റൊന്നുമില്ല. നമ്മുടെ ബബ്ലുവിനെ ഇപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ അവളുടെ 3rd വാക്സിനേഷനാണിത്. അപ്പോൾ ഇത് ബൂസ്റ്റർ ഡോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻ ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടറുണ്ട്, ലോറൻസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാത്രേ ഉള്ളൂ. അപ്പോൾ കാണാമല്ലോ, സ്കിന്ന് ഫുള്ള് റെഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നോക്കണം എന്താ. ഇപ്പോൾ ഒരു അനുസരണയും ഇല്ല. ഇപ്പം ഇങ്ങ് വാന്ന് പറഞ്ഞാൽ അങ്ങ് പോവും. ഭയങ്കര നോട്ടിയായിട്ട് വരികയാണ്. ഭയങ്കര അക്രമമാണ് ഇപ്പോൾ ആള്. ഇപ്പം ഈ വാക്സിനേഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. പാവം ബബ്ലുത വാക്സിനേഷനൊക്കെ എടുത്തിട്ട് തളർന്ന് കിറുങ്ങിയിരിക്കുക. ഡോക്ടർ കുറേ മെഡിസിൻസൊക്കെ തന്നു സ്കിൻ ഇൻഫെക്ഷന്. നമുക്കതൊക്കെ ഇട്ട് നോക്കണം. പിന്നെ ഹെർണിയുടെ 6 months നോക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് നമുക്ക് എൻഡ് ചെയ്യാം. എന്തായാലും ഫുൾ ബബ്ലുവിനെ പറ്റിയായിരുന്നു കൂടുതലും. ഇടയ്ക്ക് സുമതി വളവിലേക്ക് നമ്മൾ പോയെങ്കിലും 2 ദിവസമായിട്ട് എടുത്തൊരു വ്ളോഗാണ്. സോ ഇപ്പോൾ ബബ്ലുവിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ശരി, ഇനി കാണാം.